ഒരു കുഞ്ഞുടുപ്പിൻ്റെ കഥ. കണ്ണുകളിൽ തിളക്കവും ചുണ്ടുകളിൽ സദാ പുഞ്ചിരിയുമായി വരുന്ന സുലുവെന്നും വിദ്യാലയത്തിലെ പ്രിയപ്പെട്ടവളായിരുന്നു. കൂട്ടുകാർക്കും അധ്യാപകർക്കും അവൾ ചിരപരിചിതയായിരുന്നു. ക്ലാസ് മുറികളിൽ പൊട്ടിച്ചിരികൾ ഉയർത്തി കൂട്ടുകാരോടൊത്ത് വിദ്യാലയാങ്കണത്തിൽ പാറിപ്പറക്കുമ്പോൾ പലരും പറയും, ഇവളെന്തൊരു ഭാഗ്യവതിയാ. കുഞ്ഞുനാളിൽ ഇങ്ങനെ പറയുന്നതിൻ്റെ പൊരുളൊന്നും അവൾക്ക് മനസ്സിലായിരുന്നില്ല. ഹൈസ്കൂൾ കാലത്തിലെ കൂട്ടുകാരാണ് ഏറ്റവുമധികം അവളെ ഭാഗ്യവതി എന്ന് വിളിച്ചിട്ടുള്ളത്. കാരണം ഉമ്മാക്കും ഉപ്പാക്കും ഒറ്റമോൾ. മാതാപിതാക്കളുടെ സ്നേഹമെല്ലാം ഒറ്റയ്ക്ക് നേടാം, ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കാം, ആരുടെയും കുശുമ്പ് കാണണ്ട, ആരോടും തല്ലുകൂടണ്ട. ഇതൊക്കെയാണ് കൂട്ടുകാർ അവളിൽ കണ്ട ഭാഗ്യങ്ങൾ. കേട്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. സദാ വിടരുന്ന പുഞ്ചിരിയിൽ അവരുടെ കണ്ടെത്തലുകൾക്ക് നേരെ തെളിയുന്ന പരിഹാസം അവർ കണ്ടില്ല എന്ന് തോന്നുന്നു. ഉടപ്പിറപ്പുകളെക്കുറിച്ച് അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് മുമ്പേ വന്നുപോയ കൂടപ്പിറപ്പിനെ കുറിച്ച് ഉമ്മ പറയാറുള്ളത് അവൾ ഓർക്കും. ഇന്നവൾ തൻ്റേതെന്ന് പറയുന്നതെല്ലാം നമ്മുടേതെന്ന് പറയേണ്ടിയിരുന്ന ഒരാൾ തനിക്ക് മുമ്പേ വന്നുപോയല്ലോ എന്നോർത്ത് അവളുടെ കണ്ണുകൾ നിറയും. പലപ്പോഴും വെറുതെ അവൾ ഓർക്കും, അവനുണ്ടായിരുന്നെങ്കിലെന്ന്, അല്ലെങ്കിൽ ഇനിയും തനിക്കൊരു കുഞ്ഞനിയൻ പിറന്നിരുന്നെങ്കിലെന്ന്. ഓർമ്മ വെച്ച കാലം തൊട്ട സുലുവിൻ്റെ ഉപ്പ പ്രവാസിയാണ്. വർഷങ്ങൾ കഴിഞ്ഞു വന്നു പോകുന്ന ഒരതിഥി. ഒത്തിരി പക്വതയൊക്കെ കൈവന്നപ്പോൾ ഉപ്പാനെ എന്നും അരികെ കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ആശിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ 9ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ വേനലവധിയിൽ പ്രവാസം നിർത്തി ഉപ്പ നാട്ടിലെത്തി. സന്തോഷം കൊണ്ടവൾ തുള്ളിച്ചാടി. ഇനിയെന്നും കൺമുമ്പിൽ ഉപ്പയുണ്ടല്ലോ എന്നതിൽ അവൾ സംതൃപ്തയായി. ഒരു ദിവസം തനിച്ചിരിക്കുന്ന സുലുവിൻ്റെ അരികിൽ ഉപ്പയെത്തി. പതിവിലേറെ പ്രകാശം ആ മുഖത്ത് അവൾ കണ്ടു. ചേർത്തു പിടിച്ചു കവിളത്തൊരുമ്മ നൽകി. ഉപ്പയവൾക്കൊരു കവർ വെച്ചു നീട്ടി. കൗതുകത്തോടെ അത് തുറന്നപ്പോൾ തൂവള്ള നിറത്തിൽ അറബിക് ഡിസൈനിൽ ഒരു കുഞ്ഞുടുപ്പ്. അല്പനേരം ഭംഗി ആസ്വദിച്ച് അവളിരുന്നു. ഇതെന്തിനുപ്പ, ഞാൻ കുഞ്ഞല്ലല്ലോ എന്ന് പറഞ്ഞവൾ ഉപ്പാനെ മിഴിച്ചു നോക്കി. ഒരു ചെറുപുഞ്ചിരിയാൽ ഒന്നും മിണ്ടാതെ ഉപ്പ തിരിഞ്ഞു നടന്നു. എന്തോ മനസ്സിൽ കുറിച്ചിട്ടെന്ന പോലെ ആ മൗനം അവളിൽ വാചാലമായി. ഉള്ളിൻ്റെ ഉള്ളിലെവിടെയോ ഒരു പൊൻവെട്ടം. തനിക്കൊരു കുഞ്ഞനുജത്തി പിറക്കുമെന്ന ഊഹത്തിൽ അവളെത്തി. പതുക്കെ ഭംഗിയിൽ മടക്കിയ കുഞ്ഞുടുപ്പ് ഉമ്മ പോലും കാണാതെ അവൾ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. എന്നാൽ റബ്ബിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. വേനലവധി കഴിഞ്ഞു സ്കൂൾ തുറന്നതിൻ്റെ 14ാം ദിവസം കോരിച്ചെരിയുന്ന മഴയത്തും അവൾ വിയർത്തൊലിച്ചു. അവളുടെ ആശകളും സ്വപ്നങ്ങളുമെല്ലാം തകർന്നടിഞ്ഞു. ഒരുപാട് തമാശകൾ പറഞ്ഞു പൊട്ടിച്ചിരിച്ച് ഉറങ്ങാൻ കിടന്ന ഉപ്പ പിന്നെ എഴുന്നേറ്റില്ല. മരണത്തിൻ്റെ തണുപ്പുമായി ഉമ്മയെയും അവളെയും തനിച്ചാക്കി ഉപ്പ യാത്രയായി. എപ്പോഴും ചിരിച്ച് എല്ലാവരെയും ചിരിപ്പിച്ചിരുന്ന സുലു ഇന്ന് മൗനിയാണ്. കൂട്ടുകാർക്കെന്നും അവളെ ചിരിപ്പിക്കാൻ കഴിയുന്നില്ല. ഭാഗ്യവതി എന്ന് വിളിച്ചിരുന്നവരിൽ പലരും തിരുത്താൻ തുടങ്ങിയിരിക്കുന്നു. അന്നേരം മാത്രം അവളിലൊരു ചിരി വിരിയും, ഒരു പരിഹാസച്ചിരി. നൊമ്പരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഉമ്മ അവളെ ചേർത്തു പിടിച്ചു. ദിനങ്ങൾ മുന്നോട്ടു പോയി. പതിയെ പതിയെ അവളിൽ നവോന്മേഷം പടരാൻ തുടങ്ങി. ആരും കാണാതെ പലപ്പോഴും അവൾ ആ കുഞ്ഞുടുപ്പ് കയ്യിലെടുക്കും. ഇനി ആർക്ക് എന്ന ചോദ്യം ഉള്ളിൽ തികട്ടി വരും. നിറയുന്ന നയനങ്ങൾ ഉമ്മ കാണാതെ തുടക്കും. ഇല്ലായ്മയിൽ അല്ലലില്ലാതെ കാലം കടിഞ്ഞുകൊണ്ടിരുന്നു. +2 പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് കാത്തിരിക്കുകയാണ് സുലു. ഒരു ദിവസം കണ്ണിലൊരു കരട് വീണെന്ന് പറഞ്ഞു ഉമ്മ നോക്കാൻ പറഞ്ഞപ്പോഴാണ് സുലുവത് കണ്ടത്. ഒരു ഞെട്ടലോടെ അവൾ പറഞ്ഞു, ഉമ്മാൻ്റെ കണ്ണിൽ വല്ലാത്ത മഞ്ഞ നിറം, ഇനിയിപ്പോൾ അതുമായോ എന്ന് പറഞ്ഞു ഉമ്മ എണീറ്റ് പോയ ഉമ്മാനെ ഒരൽപ്പം ഭീതിയോടെ അവൾ നോക്കി. കുറച്ച് ദിവസമായി ഉമ്മ പറയുന്ന ശരീരവേദന അവളിൽ ഒരു ഭയമുണ്ടാക്കി. പച്ച മുറിവ് പോലെ പലയിടത്തും നോവുന്നു എന്നുമ്മ ഈയിടെയായി ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടറെ കണ്ടു. ടെസ്റ്റ് നടത്തിയപ്പോൾ മഞ്ഞപ്പിത്തം വല്ലാതെ കൂടിയിരിക്കുന്നു. പതിയെ പതിയെ ഉമ്മാന്റെ ശരീരഭാഗങ്ങളെല്ലാം മഞ്ഞളിഞ്ഞു തുടങ്ങി. 3 ആഴ്ചകൾ കൊണ്ട് പരമാവധി ചികിത്സകളെല്ലാം ചെയ്തു. പക്ഷേ ഒരിക്കലും നനച്ചിരിക്കാതെ ഉപ്പ പോയതുപോലെ തന്നെ ആ ജൂൺ മാസത്തിലെ പെയ്തു തോർന്ന മഴയിൽ അവളുടെ ജീവന്റെ ജീവനായ പൊന്നുമ്മയും യാത്രയായി. സുലു ആർത്തു കരയുകയാണ്. ഉമ്മ പോലും കാണാതെ സൂക്ഷിച്ചു വെച്ച ആ കുഞ്ഞുടുപ്പ് നെഞ്ചോട് ചേർത്ത് അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു. ഒരു കൂടപ്പിറപ്പിനെ ചേർത്തു പിടിക്കുന്നത് പോലെ അവൾക്കത് തോന്നി. വീണ്ടും നിർഭാഗ്യവതി എന്ന വിശേഷണം കേട്ടും കേൾക്കാതെയും പലരും പുലമ്പാൻ തുടങ്ങി. ആർക്കോ വേണ്ടി കൊടിയുന്ന പകലും രാവും കടന്നു പോകുമ്പോൾ എന്താണെന്നറിയില്ല, ആ കുഞ്ഞുടുപ്പ് അവളിൽ ജീവിക്കാനുള്ള ത്വര വളർത്തിക്കൊണ്ടിരുന്നു.
ഇതാർക്കു വേണ്ടിയാണെന്ന് അവൾ സ്വയം ചോദിക്കുന്ന നിമിഷങ്ങൾ പലതും കടന്നുപോയി. ഒരു സ്വപ്നമെന്ന പോലെ സുലുവിൻ്റെ മംഗല്യവും കഴിഞ്ഞു. പുതുവീട്ടിലെ ആദ്യ ദിനങ്ങളിൽ അവൾ ഏറ്റവും സങ്കടപ്പെട്ടത് ആ കുഞ്ഞുടുപ്പിനെ ഓർത്തായിരുന്നു. എന്തോ പ്രിയപ്പെട്ടതെന്തോ അരികിലില്ലാത്തതുപോലെ. വിവാഹത്തിൻ്റെ 3-ാം നാൾ സൽക്കാരം കഴിഞ്ഞു മടങ്ങുമ്പോൾ അവൾ തൻ്റെ വീട്ടിൽ നിന്ന് എടുത്തത് ആ കുഞ്ഞുടുപ്പ് മാത്രമായിരുന്നു. പിന്നീടെപ്പോഴോ അവൾക്ക് തോന്നി തുടങ്ങി, ഇത് ഉപ്പ തന്നെ ഏൽപ്പിച്ചത് തനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഉടുപ്പിക്കാനാണോ എന്ന്. അന്നു മുതൽ ഒരു കുഞ്ഞു പിറക്കുന്നതും കാത്ത് അവളിരുന്നു. എന്നാൽ ആദ്യത്തെ കൺമണി ആണായി പിറന്നു. വീണ്ടും കാലങ്ങൾ കൊഴിഞ്ഞുപോയി. രണ്ടാമതൊരു കുഞ്ഞ് ഉദരത്തിൽ വളരാൻ തുടങ്ങിയപ്പോഴും ആ കുഞ്ഞുടുപ്പ് ഭദ്രമായി തന്നെ ഇരുന്നു. വീണ്ടും റബ്ബ് കനിഞ്ഞത് ഒരു ആൺതരിയെ തന്നെ. റബ്ബിൽ ഹംദുരക്കും നേരം ആ കുഞ്ഞുടുപ്പ് അലമാരയിലിരുന്ന് അവളെ തന്നെ നോക്കുകയാണെന്ന് അവൾക്ക് തോന്നി. 1000 ഓർമ്മകളും പ്രതീക്ഷകളും തുന്നിയിട്ട കുഞ്ഞുടുപ്പ് ഒട്ടും നിറമങ്ങാതെ ഇന്നും ആർക്കോ വേണ്ടി കാത്തിരിപ്പിലാണ്. എഴുതിയത് ഹാജറ സ്വാലിഹ് എടരിക്കോട്. വിവരണ ശബ്ദം സലാം കൊടക്കൽ.